പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത് ബുദ്ധയുടെ റിലീസായിരുന്നു ഇന്ന്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും തോന്നിയൊരു പടമാണ്. ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ്സിലേക്ക് പോകാം. ഇപ്പോൾ പടത്തിനകത്ത് പൃഥ്വിരാജ് ആയിക്കോട്ടെ, ഓരോ കാസ്റ്റിങ്ങും അനുയോജ്യമായിട്ട് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പൃഥ്വിരാജ്, പ്രിയംവദ, അനു മോഹൻ, ഷമ്മി തിലകൻ, അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറുണ്ട് പ്രമോദ് വെളിയനാട്. കാരണം പ്രമോദ് വെളിയനാടെന്ന് പറയുന്ന ഒരു ആക്ടർക്ക് എനിക്ക് തോന്നുന്നു നീല വെളിച്ചം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് സപ്പോർട്ടിങ് ക്യാരക്ടർ കിട്ടി. ആളുടെ കുറേ നല്ല അഭിനയ രംഗങ്ങളുണ്ട്. അതേപോലെ തന്നെ അനു മോഹൻ ആയിക്കോട്ടെ നല്ല രീതിക്ക് സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ പറയേണ്ടതാണ് ഷമ്മി തിലകൻ. ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ഷമ്മി തിലകൻ, പ്രിയംവദ, പൃഥ്വിരാജ്, ഇവർ 3 പേരുടെയും ഒരു രീതിയിലാണ് കഥ പോകുന്നത്. ഇവരുടെ 3 പേരുടെ അഭിനയത്തെക്കുറിച്ച് എടുത്ത് പറയേണ്ടതായിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫിൽ സിനിമ ഏകദേശം ഒരു 3 മണിക്കൂറോളം ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ക്യാരക്ടറിനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ടൈം പീരീഡ് കുറച്ച് ലാഗായിട്ട് തോന്നുമെങ്കിലും അവിടെയും കഥ നല്ലതായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറച്ചൊക്കെ പുഷ്പ റെഫറൻസ് പോലെ തോന്നുമെങ്കിലും ഇപ്പം ട്രെയിലറിലാണെങ്കിലും പുഷ്പയുടെ ഒരു റെഫറൻസ് പോലെ ട്രെയിലറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അതില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരുന്നത്. ആ ഒരു ഡയലോഗ് പരിപാടിയൊന്നും ഇല്ലെങ്കിലും സിനിമയിൽ പൃഥ്വിരാജ് പോയി തിയേറ്ററിൽ പോയിരുന്ന ഒരു സിനിമ കാണുന്നതിനകത്ത് പുഷ്പയാണ് പ്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പുഷ്പയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ പടം. കാരണം പുഷ്പയെക്കാട്ടി ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു നല്ല ഒരു കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് വിലായത് ബുദ്ധ. ഇതൊരു ആക്ച്വലി GR ഇന്ദുഗോപൻ എന്ന് പറയുന്ന ആളുടെ വിലായത് ബുദ്ധ എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് വിലായത് ബുദ്ധ. ആൻഡ് ഇതിനകത്ത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ തൊട്ടാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയിൽ നമ്മളെ പിടിച്ചിരുത്തുന്നത്. അതിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു ഷമ്മി തിലകൻ്റെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും ഒരു പർട്ടിക്കുലർ റീസണെ ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. സോ നമുക്കിതിനകത്ത് കേന്ദ്ര കഥാപാത്രമായിട്ടിരിക്കുന്ന ഷമ്മി തിലകനെയാണോ അല്ലെങ്കിൽ നമുക്ക് പൃഥ്വിരാജിനെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് വരും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട് പറയാൻ. അപ്പം നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം ആസ് എ പ്രേക്ഷകൻ എന്നുള്ളത് നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്കുള്ളിൽ തന്നെ തോന്നുമല്ലോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അത് നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ഒരു നല്ലൊരു എൻഡിങ്ങിലേക്ക് തന്നെയാണ് പടം തീർത്തു വെച്ചിരിക്കുന്നത്. ഞാൻ നോവൽ വായിച്ചിട്ടില്ല. നോവൽ ഇതേപോലെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കി അതേപോലെ തന്നെയാണ് ചിത്രം എടുത്ത് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാരണം ജേക്സ് ബിജോയുടെ മ്യൂസിക്. ജേക്സ് ബിജോയ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉള്ള നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ആളാണ് ജേക്സ് ബിജോയ്. ജേക്സ് ബിജോയുടെ മ്യൂസിക് ഈ സിനിമയിലും അടിപൊളിയായിട്ട് തന്നെ ആൾ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങും പരിപാടികളും എല്ലാം നല്ല രീതിക്ക് തന്നെ മൂവിയുടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് സിനിമയുടെ ഒരു നെഗറ്റീവ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സീൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് VFX വർക്ക് ചെയ്തേക്കുന്നതിനകത്ത് എനിക്ക് കുറച്ച് പോരായ്മ തോന്നി. അതായത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചിപ്പം ചിത്രശലഭങ്ങൾ പറന്നു പോകുന്ന രംഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സീനുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞുമ്പോൾ ചിലപ്പോൾ സ്പോയിലറാകും. അവിടെ എത്തിപ്പെടുമ്പം അവിടുത്തെ കുറച്ച് സീൻസൊക്കെ ആണെങ്കിലും കുറച്ച് VFX ചെയ്തേക്കുന്നതിനകത്ത് എന്നുവെച്ചാൽ മോശമെന്നല്ല, ആ ഒരു എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് നല്ല VFX ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. ആ ഒരു ടൈമിൽ അത്രയും നമുക്ക് ഒരു റിയലിസ്റ്റിക്കായിട്ട് തോന്നാത്ത വിധം അത് VFX ചെയ്തേക്കുവാൻ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്ന വിധം അത് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു VFXൻ്റെ പോരായ്മ ഒഴിച്ചാൽ ഈ സിനിമ അടിപൊളിയാണ്. പിന്നെ പ്രിയംവദയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം 3 പേരുടെയും അഭിനയം അടിപൊളിയായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. പടത്തിനകത്ത് ഉള്ള കാസ്റ്റിങ്ങുകളെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രിയംവദ ഇതിനകത്ത് അവസാന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ടൈമിൽ ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറിനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ പടം അടിപൊളി പടമാണ്. സോ നിങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റിൻ്റെ അവിടെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ ഉണ്ട്, ഹൈപ്പ് കൂടെ കൊടുക്കുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നന്ദി.